ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷൂസ്കർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തമ്പിനയിൽ കണ്ടിട്ടായിരിക്കും അല്ലേ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വട്ടം ആലോചിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പിന്നീട് എനിക്ക് തോന്നി വേണം, കാരണം മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു സാധനം അത് ചിലപ്പം പിന്നീട് എന്നെ എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റീസെൻ്റ്ലി ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2.5 വർഷത്തിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷൻ ആയിട്ട്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പം ആക്ച്വലി ബുക്സൊക്കെ കണ്ടപ്പം എൻ്റെ അങ്കലപ്പം അത് മെഡിസിൻ ഭാഗം പഠിച്ച എല്ലാവർക്കും അറിയാൻ പറ്റും. ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ തല കറങ്ങും. ഗ്യാപ്പ് കൂടെ വന്നിട്ട് എന്തായിരിക്കും അവസ്ഥ? സോ അത് ഞാനൊരു കോമഡി രൂപേണ ഒരു റീൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്, കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് പറയട്ടെ, ഒരു 95% എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ട് ഒരുപാട്. കാരണം നല്ലൊരു തീരുമാനമാണ് പ്രൊഫഷനിലേക്ക് തിരിച്ചു വന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരുപാട് പേര്, സെയിം പ്രൊഫഷനിലുള്ളവർ, എൻ്റെ ജൂനിയേഴ്സ്, സീനിയേഴ്സ് തുടങ്ങിയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. സോ ഒരുപാട് ഹാപ്പിയാണ്. കാരണം അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. കാരണം ഇത്രയും പേര് ഞാൻ ഈ പ്രൊഫഷണൽ സൈഡായി നിന്നതിൽ ഒരു അമർഷം അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് മനസ്സിൽ സൂക്ഷിച്ചവരായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയൊരു നിമിഷമാണത്. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഞാൻ എന്താണ് പഠിക്കുന്നത്, PSC പ്രിപ്പയർ ചെയ്യുകയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ആഡ് ഓൺ ചെയ്യണോ അങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനതിൽ Q&A എന്നുള്ളൊരു രീതിയിൽ സ്ലോട്ടൊക്കെ ഫിൽ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെറുതെ ഇൻസ്റ്റ എടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമല്ലോ. അങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു കുട്ടി അതിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നു. ആളുടെ പേര് പറയണില്ല, കുട്ടിയുടെ പേരും പറയില്ല, കുട്ടി പ്രതിപാദിച്ച ആ ഒരു സോദരിയുടെ പേരും പറയുന്നില്ല. ആ സോദരിയുടെ പേര്, ഈ സോദരി, അതായത് ആ ചേച്ചിയെ എന്തിനാ ചേച്ചി പറ്റിച്ചത്, പാവം ആ ചേച്ചി എന്നുള്ള രീതിക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ കുട്ടി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ടു ബി ഹോണസ്റ്റ്, നിങ്ങൾ പറയില്ല, എല്ലാം ഓപ്പണായിട്ട് പറയാൻ തന്നെ വന്നത്. അപ്പോൾ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ആൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു. എടാ എന്താ ഉദ്ദേശിച്ചത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ എനിക്കൊരു സ്റ്റോറി ഷെയർ ചെയ്ത് തന്നു. ആ സ്റ്റോറി ഒരു സോദരിയുടേതാണ് ഗൈസ്. ആ സോദരി ഞാൻ ഈ റീലിട്ടത് കണ്ടപ്പോൾ തൊട്ട് എന്തോ ഭയങ്കര ആഹ്ലാദത്തിലാണ്. ഞാൻ എന്തോ നശിച്ചു പോയ പോലെയാണ് ആളുടെ സ്റ്റോറി. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് വന്നത് അത്രയ്ക്കും ഒരു ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ടൊരു കാര്യമാണോ? കാരണം ഈ വ്യക്തിയും ഇതുപോലെ തന്നെ, ഞാനൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഫിജിക്കാർട്ട് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനല്ല ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തിയും ഈ സോദരിയും എൻ്റെ കൂടെ ഫിജിക്കാർട്ടിൽ വർക്ക് ചെയ്ത ആളാണ്. ഈ ഫിജിക്കാർട്ട് ആൾ സ്റ്റോപ്പ് ചെയ്ത ആളുടെ പ്രൊഫഷൻ, ആളൊരു ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിലേക്ക് ആൾ പോയപ്പം അത് ആൾക്കൊരു നെഗറ്റീവേ അല്ല, അത് ഭയങ്കര ആഹായിരുന്നു. കാരണം കുട്ടികളെയും വെച്ച് ഞാൻ വീണ്ടും എൻ്റെ പ്രൊഫഷനിലേക്ക് പോയി. പിന്നെ അത് വെച്ച് ഒരുപാട് റീൽസും കാര്യങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ പോയില്ല, കാരണം അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അത് നല്ലൊരു കാര്യം, പ്രൊഫഷനിലേക്ക് പോയത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല, നല്ലൊരു കാര്യം. ഞാനൊന്നും പറയാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പം അതിൻ്റെ മുമ്പേ ആൾ യൂട്യൂബിൽ എനിക്കെതിരൊരു വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. വേണമെങ്കിൽ എനിക്ക് അതും വെച്ചിട്ട് പറയായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ അതും ഞാൻ ചെയ്ത ബിസിനസ് സ്റ്റോപ്പ് ചെയ്തെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ വ്യക്തി അതുവരെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ആ ആള് ഈ ഒരു കൺസെപ്റ്റ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതും, അതായത് ഈ സോദരി ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതിന് ശേഷമാണ് ഈ ജോബിന് പോണത്. ഞാൻ അതും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജോബ് സൈഡായിട്ട്, മീൻസ് എൻ്റെ പ്രൊഫഷൻ സൈഡായിട്ട് ഞാൻ കൊണ്ടുപോകും എന്നുള്ളത് ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്. സോ എൻ്റെ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വന്നെന്ന് കണ്ടപ്പോഴത്തേക്കും ആൾ അത്രയും ആഹ്ലാദത്തിൻ്റെ പുറത്ത് മനുഷ്യനെ ആസാക്കണ രീതിയിൽ കുറച്ച് സ്റ്റാറ്റസ് ഇട്ടു. ആക്ച്വലി അത് ഒരാളുടെ ഭാഷയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റുക, അല്ലേ? ഇപ്പം നമ്മളെക്കാളും തരംതാണ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് റിയാക്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ആ ആളുടെ സ്ഥാനത്തേക്ക് ഞാൻ തരം താഴണം. എനിക്കതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് എൻ്റെ ഫാമിലീനെ നോക്കണം, അവരുടെ ഒരു മാന്യത നോക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു മാന്യത എന്നുള്ള സാധനം നോക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റും. ഈ മുമ്പത്തെ വീഡിയോയ്ക്കാണെങ്കിലും അതിന് ശേഷമാണ്. ആ വീഡിയോ വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞു, അവരെന്തേലും പറഞ്ഞു പോയിക്കോട്ടെ, അവർക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല, അപ്പോൾ അവരെന്താ വെച്ചാൽ പറഞ്ഞു പോയിക്കോട്ടെ, അത് മൈൻഡ് ആക്കണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് ഒരുപാട് വിഷമം തോന്നി, ഒരുപാട് കരഞ്ഞ ഒരു ദിവസമാണ് അത് ആളുടെ ആ വീഡിയോ കണ്ടിട്ട്. കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആളെ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ആൾ ആ വീഡിയോയിൽ ഉടനീളം പറഞ്ഞിട്ട് ടീം സപ്പോർട്ട് ചെയ്തു, ടീം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആക്ച്വലി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ആക്ച്വലി ഫുൾ കാര്യം പറഞ്ഞുതരാം. ഫിജി കാർഡ് എന്നൊരു കൺസെപ്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ ഹൗസ് ഏജൻസി പീരീഡിലാണ്. ആ സമയത്ത് സൈഡായിട്ട് ഒരു ഇൻകം എന്നുള്ള രീതിക്കും പിന്നെ എൻ്റെ ബ്രദറാണ് എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തത്, അതുകൊണ്ടും ഞാൻ ഈ ഒരു കൺസെപ്റ്റിൽ ജോയിൻ ചെയ്തു. അപ്പോഴൊന്നും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയതേ അല്ല. പിന്നീട് അതിൽ ഇൻകം കിട്ടി തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന അതെൻ്റെ പ്രൊഫഷൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം കിട്ടി തുടങ്ങിയപ്പം ഈ ഹൗസ് ഏജൻസി കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയിട്ട് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ജോബിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ജോബ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റൊരു സ്ഥലത്ത് ജോബ് പോകാൻ ഞങ്ങളെ ഫീൽഡ് വെച്ചിട്ട് നല്ല കുറവ് സാലറി ഉണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നല്ല അടുത്തൊക്കെ കുറച്ചുകൂടെ നല്ല ഹോസ്പിറ്റൽ, കാരണം മോൻ ചെറുതാണല്ലോ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഉള്ളിടത്ത് പോയപ്പോൾ അധികം സാലറി ഇല്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇടാന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നല്ല ഫിനാൻഷ്യലി നല്ല പൈസ വേണം അതിന്. അപ്പോൾ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സോ എനിക്കിപ്പം അത്രയും പൈസ എൻ്റെ അടുത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം, ദെൻ എൻ്റെ പ്രൊഫഷൻ വേണം. ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പോലെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അങ്ങനെയാണ് ഞാൻ ഫിജി കാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ അതിന് മെയിൻ റീസൺ ഞാനപ്പോൾ പ്രഗ്നൻ്റ് ആയി. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈമിലൊന്നും ഞാൻ പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യണ്ടല്ലോ, വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ചാൻസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് ഞാൻ ഫിജി കാർഡ് മെയിനായിട്ട് എടുത്ത് പിന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നല്ല പോലെ ഉറക്കൊഴിച്ചിരുന്നിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഈ സമയം ഞാൻ ഹൗസ് ഏജൻസി ടൈമിൽ അതായത് ജോയിൻ ചെയ്ത സമയം തൊട്ടിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ടിക്ടോക്ക് വഴിയൊക്കെ അറിയാവുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അടുത്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് ഈ സോദരിയും. അങ്ങനെ ഈ സോദരിൻ്റെ അടുത്ത് ഞാൻ പ്ലാനൊക്കെ പറഞ്ഞു. ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ആൾക്ക് ഫണ്ടിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോളോ അപ്പ്, നമ്മൾ ഈ ഒരു വർക്കിൻ്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റിയ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആളെടുത്ത് ഒന്നുകൂടെ ചോദിച്ചോളൂ ആ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഫണ്ടിൻ്റെ പ്രോബ്ലം തന്നെ, എനിക്കത് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പം ഞാൻ കരുതി. കാരണം വെച്ചാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മളെ കൂടെ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് അതിൽ വർക്ക് എടുക്കാനൊന്നും താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ID ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ആ വ്യക്തിൻ്റെ ID ഇവർക്ക് കൊടുക്കുന്ന രീതിയിൽ ആ വ്യക്തിക്ക് വലിയ നഷ്ടമില്ല. കാരണം പ്രൊഡക്റ്റ് കിട്ടിയിട്ട് അപ്പോൾ 5,000 rupees ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അവർക്ക് കൊടുത്ത് ആ ഒരു ID ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് 1 side പവർ ഉള്ളത് ഒരു 1 lakhന്റെ മുകളിൽ ഇൻകം, ഏകദേശം ഒരു 1 lakh കിട്ടുന്ന രീതിയിൽ 1 side പവർ ഉള്ള ഒരു ID ഞാൻ ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ വർക്കൗട്ട് ചെയ്തു. അവർ മാത്രമല്ല, അതും കൂടി എടുത്ത് പറയണം, കാരണം അവരുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 70% നീയാ ചെയ്തതെന്ന് ആളുടെ ഹസ്ബൻഡ് പറയണേ കേട്ടു. ഓൾറെഡി 50% ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ID കൊടുത്തത്. പിന്നെ അതിലെന്ത് 70 എന്ന് എനിക്ക് അറിയത്തില്ല. വാട്ടെവർ അവരെന്താ ചെയ്യട്ടെ. കാരണം പക്ഷെ അവർ വർക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. ഈ പറയുന്ന വ്യക്തി അത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാനും. ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നൻസി ടൈമിൽ അത്രമേൽ എഫേർട്ട് ഇട്ടുണ്ട്, അത്രമേൽ. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഷെഡ്യൂൾ ചെയ്തിരുന്ന് മീറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കയറിയ വ്യക്തികളാണ് ഞാനാണെങ്കിലും ഈ പറയുന്ന സഹോദരിയാണെങ്കിലും. ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. നല്ല പോലെ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ടീമും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. പിന്നെ ടീമാകുമ്പം അല്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിഭവങ്ങളും പിണക്കങ്ങളും അങ്ങോട്ടുള്ള കുറ്റം പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് എനിക്കറിയാം. ഇപ്പം എൻ്റെ തന്നെ 2 ചാനൽ, ഈ ഒരു ബിസിനസ്സിൽ 2 ചാനൽ എന്ന് പറയും, A ചാനൽ B ചാനൽ. അപ്പോൾ അവിടുന്ന് ഈ ലീഡേഴ്സ് അവിടേക്ക് ചോദിക്കും, അവിടെയുള്ള ലീഡേഴ്സിൻ്റെ ആക്റ്റീവായിട്ട് ഇവിടുന്ന് ചോദിക്കും. ഇതൊന്നും തെറ്റായിട്ട് ഞാൻ എവിടെയും പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും. കാരണം വെച്ചാൽ നമ്മൾ മാത്രം പണിയെടുത്ത് എല്ലാവർക്കും ഉണ്ടായി കൊടുക്കണോ, എല്ലാവരും വരട്ടെ എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. കാരണം എല്ലാവരുടെയും ടൈമിന് വില ഉള്ളതാണ്. ഒരാൾക്ക് മാത്രം കാരണങ്ങളുള്ളതല്ല, എല്ലാവർക്കും കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വർക്ക് റിലേറ്റഡ് ഒരു ടീമാകുമ്പോൾ അങ്ങോട്ട് ചട്ടിങ്ങാലാകുമ്പോൾ തട്ടിമുട്ടിരിക്കുന്ന പോലെ രണ്ടുപേരും ഇപ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഞാനിവിടെ കാര്യമായിട്ടേ എടുക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നമായിരിക്കും അല്ലേ. കാരണം ഇപ്പം ഒരാൾ ഒരു A എന്ന് പറയുന്ന ആളെ എൻ്റെ അടുത്ത് വന്നിട്ട് ബീനെ പറ്റി ഒരു കുറ്റം പറയുമ്പോൾ ഞാൻ B തന്നെയാണ് ശരി, എന്ന് പറയില്ല. നമ്മളൊരു ലീഡറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എടാ B അങ്ങനെയാണ്, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, നീ നിൻ്റെ കാര്യം നോക്കി ചെയ്യും, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് Aനെ സമാധാനിപ്പിച്ചു വിടും. ഈ B എന്ന് പറയുന്ന ആളെ Aനെ വന്ന് കുറ്റം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും Bനെ കുറ്റം പറയില്ല. മനസ്സിലായോ? ഇവരെ പറഞ്ഞ് പാമ്പർ ചെയ്ത് വിടാനേ നോക്കും. അതാണ് ഒരു ലീഡർ നോർമലി ചെയ്യുക. അല്ലാതെ ഞാൻ ഇവരുടെ ഭാഗത്ത് നിന്നിട്ട് നീ അങ്ങ് പോ എന്ന് പറയില്ല. 2 പേരെയും ഒരുപോലെ കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് പിന്നീടുള്ളതിൽ പ്രശ്നങ്ങളായി വരികയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ കുറ്റം പറഞ്ഞു, അല്ലെ അവർ ഇങ്ങോട്ട് പറഞ്ഞു, ഇവരങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്കറിയില്ല. അതൊക്കെ എന്തോ ആവട്ടെ. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് ഈ പറയുന്ന സോദരിയുടെ
സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ആൾക്ക് 2 ബേബീസ് ആയല്ലോ. അതിൻ്റെതായ ബുദ്ധിമുട്ട് അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. പല സന്ദർഭങ്ങളിലും ആളെനിക്ക് എടാ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് നമ്മൾ പോസ്റ്റർ വരെ അടിച്ച സന്ദർഭങ്ങളിൽ പോലും ആ വ്യക്തി എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട്, എടാ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ആള് പുറത്ത് പോയതാണ്, ആള് വരില്ല എന്നാണ് പറഞ്ഞത്, അടുത്ത ദിവസമേ വരുള്ളൂ, ഈ മീറ്റിംഗ് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞു ഓക്കേടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പല സിറ്റുവേഷനും ഉണ്ട്. ആ സഹോദരി ഒന്നും ചിന്തിക്കണം, ഒരുപാട് സ്ഥലങ്ങളിൽ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആ എന്നെ ഇത്രയും താറടിച്ച് കാണിക്കുമ്പോൾ ഇത്രത്തോളം ദ്രോഹം ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സില്ലേ, നിങ്ങൾക്ക് മാത്രമാണോ ഈ ഹേർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാത്രമാണോ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്? എൻ്റെ വീഡിയോ കണ്ടിന്യൂസ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഞാൻ അത്രയും മെൻ്റൽ ട്രോമയിലൂടെയാണ് കടന്നു പോയതെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളുടെ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എൻ്റെ അച്ഛൻ മരിച്ചതും എൻ്റെ മോള് ജനിച്ചതൊക്കെ ഒരു ദിവസം ഞാൻ ആ ട്രോമ എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ തട്ടിപ്പടഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് ഉയർന്നു വരുമ്പോഴാണ് ആ ചിറകിനിട്ട് അടിച്ച പോലെ ഈ സഹോദരി ഒരു വീഡിയോ എടുത്തിട്ടത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ശരിക്കും ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ എന്താ ഇത്രയും കാലം ചെയ്തത്? ഇത്തരം ഒരു വ്യക്തിയാണ് ഞാൻ ഇത്രമേൽ സപ്പോർട്ട് ചെയ്ത ആളുടെ കൂടെ നിന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയൊരു സമയമുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് എന്നല്ല, ഈ ലോകത്തുള്ള ഏത് ജോലിക്ക് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ ചെയ്യേണ്ട സാധനം ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. ആരാണെങ്കിലും ചെയ്യേണ്ട സാധനം ചെയ്യണം. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ പേഷ്യൻസിനൊന്നും നോക്കില്ല, എനിക്ക് സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും തരില്ല. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഇതിലും വർക്ക് എടുക്കണം. വർക്ക് എടുത്താൽ മാത്രമേ ഇൻകം കിട്ടൂ. അല്ലെ വേറൊരാൾ വർക്ക് എടുക്കട്ടെ, ഞാൻ മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞൊരു ലീഡർ ഒരിക്കലും ഒരു ലീഡറല്ല. എന്നെക്കുറിച്ച് എൻ്റെ മനസ്സ് വെച്ചിട്ട് ഞാൻ പറയണു, 100% ഞാൻ പണിയെടുക്കാതെ മാറി നിന്നിട്ട് നീ പണിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. എന്നെക്കൊണ്ട് പറ്റുമ്പോൾ അവരുടെ കൂടെ നിന്ന് വർക്ക് എടുത്തിട്ടാണ് ഞാൻ അവരോട് വർക്ക് എടുക്കാൻ പറയാറ്. പക്ഷേ എനിക്ക് മെന്റലി അത് ഏറ്റവും കൂടുതൽ ഹേർട്ടായത് എന്താ അറിയോ, ഈ പറയുന്ന സഹോദരിയുടെ വീഡിയോയിൽ പല ആവർത്തി ഞാൻ കേട്ടൊരു സാധനമുണ്ട്, വർക്ക് പ്രഷർ എന്ന്. ഞാൻ എന്താണ് പ്രഷർ കൊടുത്തത്? നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തൊട്ടിട്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് അത്ര നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യാനും ആ ടീമിനെ ലീഡ് ചെയ്ത് പോകാനും സാധിച്ചിട്ടുള്ളത്. ആ ഒരു സിസ്റ്റം തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരാൾക്ക് ഹേർട്ട് മീൻസ് ഒരു പ്രഷറായെന്ന് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് പിന്നീട് ഒരിക്കലും ഞാൻ ആരെടുത്തും ഒരു വർക്ക് ചെയ്യാനല്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രഷറാകുക എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് പിന്നീട് അങ്ങോട്ട് ഉടനീളം എനിക്കുണ്ടായിരുന്നു. എൻ്റെ വർക്കിനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ പറയുന്ന വ്യക്തി ഈ സഹോദരിയും ഇത്രയും കാലം ചെയ്തു വന്ന വർക്കുകളാണ് ഇതൊക്കെ. പക്ഷേ ആൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതൊക്കെ തെറ്റുകളായി. ആള് ഇങ്ങനെ കൂടെ വന്ന ആള് നേരെ തിരിഞ്ഞു നിന്നു, എന്നിട്ട് ഇതൊക്കെ കുറ്റങ്ങളായി. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തു. ഒരു രാവിലെ എല്ലാവരും കൂടെ ഒരു 7 AM മീറ്റിംഗ് ഉണ്ടാവും, പിന്നെ BOPs. കാരണം നമ്മൾ ഇത്രയും പൈസ ഉണ്ടാക്കുക. ആ സഹോദരി തന്നെ പറയുന്നു, ഒരു 1.5 വർഷം അല്ലേ, 1.5 വർഷത്തിനടുത്ത് വർക്ക് ചെയ്തപ്പോൾ 2-2.5 ലക്ഷത്തിന് മുകളിൽ ഇൻകം മേടിച്ചു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ വ്യക്തി ഇതിന് വേണ്ടിയിട്ട് എവിടെയും പോയിട്ടില്ല, വീട്ടിലിരുന്നു. അതിൻ്റെ ഇടയിൽ ആളുടെ പ്രഗ്നൻസി, ഡെലിവറി ഇതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഈ ഇൻകം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ, വേണ്ടേ? ഞാനാണെങ്കിലും എൻ്റെ പ്രഗ്നൻസി, ഡെലിവറി, ഈ പറഞ്ഞ ഡിപ്രഷൻ ഇതെല്ലാം ഇതിനിടയിൽ കൂടെ കഴിഞ്ഞു പോയിട്ട് നല്ല രീതിയിൽ ഞാൻ ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മളൊരു സമയം വർക്ക് എടുത്തോണ്ടാണ്. അപ്പം ഞാനാണെങ്കിലും ഈ സഹോദരിയാണെങ്കിലും ഒരു സമയം വർക്ക് എടുത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇൻകം കിട്ടിയത്. പക്ഷേ ഒരു സമയം നമ്മൾ വർക്ക് എടുക്കാതെ പറ്റേ മാറി നിൽക്കുമ്പോൾ കൂടെ അത്രയും കാലം കൂടെ ഇരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ചോദിക്കും ഈ വ്യക്തി എവിടെ, ഈ വ്യക്തി എന്താ വരാത്തതെന്ന് ചോദിക്കും. കാരണം നമ്മളൊരു തിരുവാതിരക്കളി കളിക്കുക എല്ലാവരും പാടെ. അതിന് ഒരാളങ്ങ് മാറി നിൽക്കുക, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ബാക്കി 8 പേര് ചോദിക്കില്ലേ അതെന്താ ആൾ വരാത്ത, അതെന്താ? ഈ ചോദ്യം മൊത്തം വരിക ആ ഡാൻസ് പഠിപ്പിക്കുന്ന ആളായിരിക്കും. അതുപോലെ ഈ ചോദ്യം മൊത്തം വന്നത് എൻ്റെ നേരെയാണ്. ഈ സഹോദരി തന്നെ പറയട്ടെ, ഈ സഹോദരി എന്താ വരാത്തതെന്ന് പലയിടത്തും ചോദ്യം വരുമ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും 2 കുട്ടികളില്ല, അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു കുട്ടി. ആ സമയം ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കുട്ടീനാകുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, അപ്പോൾ 2 കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും എൻ്റെ ലീഡേഴ്സിന് അറിയാൻ പറ്റും, പല സ്ഥലങ്ങളിലും ഞാൻ ആ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ചില സമയമൊക്കെ നട്ടപ്പാതിരയ്ക്ക് ഈ സഹോദരി വന്നിട്ട് ഗ്രൂപ്പിലൊക്കെ ഇടാം, നമുക്ക് സെറ്റാക്കണം, വർക്ക് എടുക്കുന്നില്ല, ലീഡേഴ്സ് എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്തതെന്നൊക്കെ പറയുമ്പം ചില ലീഡേഴ്സ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മാർക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ഇവരിങ്ങനെ പറയാൻ ഇവർക്ക് ഒരു നാണമില്ലേ, ഇവരൊന്നിനും വരാറില്ലല്ലോ, എന്നിട്ട് ഇത്രയും രാവിലെ തൊട്ട് ഇത്രയും സമയം വർക്ക് എടുത്ത നമ്മളെ രാത്രി ഒരു നേരം വന്ന് ഇങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ അതൊന്നും ഞാനൊരു അവരെയും തെറ്റ് പറയുന്നില്ല, മറ്റാളെയും തെറ്റ് പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ അവസ്ഥയാണ്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്, എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെയല്ല. ഈ ഒരു വീഡിയോ എടുക്കാനും ഞാനിപ്പോൾ കുട്ടികളെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചേട്ടൻ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കൂടി വന്നിട്ടുള്ളത്. പലരുടെയും സിറ്റുവേഷൻസ് ആണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു, കുറച്ച് സഭ്യതയോടുകൂടി പറയാമായിരുന്നു. ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരിക്കലും മക്കളെ അവിടെ തഴഞ്ഞിട്ടിട്ട് വർക്ക് എടുക്കാൻ പോകുന്ന ആളല്ല. ഏതൊരു അമ്മയായാലും നിങ്ങൾ മാത്രമല്ല ലോകത്തൊരു അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മാത്രമല്ല ഫാമിലി ഉള്ളത്. എൻ്റെ ഫാമിലി എനിക്ക് പ്രയോറിറ്റി, എൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ എന്താ എൻ്റെ കുട്ടീനെ നോക്കാണ്ടാണോ ഞാൻ വന്നിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ആ ഇൻസിഡൻറ്റ് എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് അറിയോ? എൻ്റെ കുഞ്ഞ് വീണിട്ട് താടിക്കൊരു മുറിവുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി, കാരണം ഉള്ളിൽ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അന്ന് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരുപാട് വ്യക്തികൾ വെയിറ്റ് ചെയ്യുന്നൊരു വലിയൊരു മീറ്റിങ്ങും ആയിരുന്നു. ആ സമയത്ത് ഈ കുട്ടീൻ്റെ മോൻ്റെ അല്ലുട്ടൻ്റെ താടിക്കൊരു മുറിവ് പറ്റി. ആ മുറിവ് പറ്റി വീണിട്ട് മുറിവ് പറ്റി. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്നൊക്കെ വെച്ചു. പക്ഷേ ബ്ലീഡിങ് നിൽക്കാത്ത കണ്ടപ്പോൾ ഒരു ടെൻഷൻ. അപ്പം എന്നോട് എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, എടി ഇതൊരു വലിയ പ്രശ്നമല്ല, കാരണം ഞാനൊരു ഡോക്ടറാണ്, പക്ഷെ എന്നാലും ഞാനൊരു അമ്മയാണ്, എനിക്ക് അതിൻ്റെ ടെൻഷൻ നല്ല പോലെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് തന്നെയാണ് ക്ലിനിക്ക്, അപ്പം ഞാൻ മോനെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം, നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഞാൻ വരാം, കാരണം എനിക്കൊരു ടെൻഷനാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ഇത് ഇത്രയും വലിയ സീനില്ലല്ലോ, കാരണം ഇവിടെ ജസ്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലാസ്റ്റർ അല്ല മീൻസ് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെന്താ പറയുക, അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതാണ് അവർ അത്തരത്തിൽ കുട്ടിയെ നോക്കാതെ ഇതാക്കുന്ന ഒരു ക്രെഡിബിൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നിനും വരാതിരിക്കുന്നവരുടെ മുമ്പിൽ ഞാനൊരു കാര്യം എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടും ഈ ഒരു മീറ്റിംഗ് ഞാൻ വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് നിങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞത്. അതെന്ന് വെച്ചിട്ട് എൻ്റെ കുട്ടിക്ക് അവിടെ എമർജൻസിയാണ്, കുട്ടീനെ അവിടെ കിടക്കട്ടെ, ഞാൻ നിങ്ങളോട് മീറ്റിങ്ങിന് ഇരിക്കാം, അതാണ് കമ്മിറ്റ്മെൻറ്റ് എന്നല്ല. വളച്ചൊടിക്കരുത്. നമ്മൾ ഏതൊരു കൺസെപ്റ്റ് ആണെങ്കിലും അതിന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത്, ഏതൊരു ജോലിയാണെങ്കിലും അതിന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് ചെയ്താൽ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പിന്നീട് കുറ്റമായി വന്നു. ഈ പറയുന്ന വ്യക്തി പറയുന്ന അതേ കാരണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എന്നിട്ട് ഇവർ പറയുന്ന പല സന്ദർഭങ്ങളിലും ഞാൻ കയറി നിന്നിട്ടുണ്ട് അവർക്ക് പകരമായിട്ട് പല സ്ഥലങ്ങളിലും. അത് അവർ ആ വീഡിയോ പറയുന്നുണ്ട്. ഓക്കെ, അതിന് നന്ദി. കാരണം ഞാൻ ചെയ്തു തന്നത് പലപ്പോഴും മറന്നില്ലല്ലോ. പക്ഷെ എല്ലാത്തിനും ലാസ്റ്റ് ഈ ചതി എന്ന് ചേർത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവർ ആ വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞെടുത്തും പല സ്ഥലത്തും എനിക്ക് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായി നിന്നിട്ട്, ഇത് എന്താ ഇവരിങ്ങനെ പറയണേ, കാരണം ഞാൻ ഇത്രയ്ക്കും ഒന്നും ചെയ്യാത്ത ഒരാളാണോ, ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിച്ചു പോയ പല സന്ദർഭങ്ങളും ഉണ്ട്. ഇവർക്ക് തീരെ വർക്കെടുക്കാൻ പറ്റാതായ സന്ദർഭങ്ങളിൽ ഞാൻ പല കാര്യങ്ങളിലും ഞാൻ കയറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇതേ സോദരി തന്നെ പല സന്ദർഭങ്ങളിലും മറ്റ് ലീഡേഴ്സ് എവിടെ, അവരെ കോർ ടീമിലൊന്നും കാണുന്നില്ലല്ലോ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും, ഇത് ഒരു വലിയ സംഭവമേ അല്ല, ഇതൊരു ടീമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും ഞാനൊരു പ്രശ്നമായിട്ടേ പറയുന്നില്ല. പക്ഷേ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ആളുടെ ഡെലിവറി കഴിഞ്ഞ് ആൾക്ക് 2 കുഞ്ഞുങ്ങളായി, ആൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സമയം വന്നു. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ലീഡേഴ്സ് ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഞങ്ങളൊന്നും ചെയ്യില്ല, അവർ ചെയ്യുന്നില്ലല്ലോ, എന്നാൽ നമ്മളും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ആകെ ടീമിൽ മൊത്തം പ്രശ്നമായപ്പോൾ ഞാനത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞു, എടാ മന്ത്ലി വൺസ് എങ്കിലും നീ കയറ്, മന്ത്ലി വൺസ് എങ്കിലും നീ ഒരു മീറ്റിംഗ് കയറ്, എന്നാൽ പിന്നെ ആ പ്രശ്നം ഞാനങ്ങ് തീർത്തരാം, ഞാനും കൂടെ ഒന്ന് കയറി നിന്ന് തരാം. ഈ പറയുന്ന എനിക്കും അപ്പോൾ കുട്ടിയുണ്ട്, 2 കുട്ടികളുണ്ട് ആ സമയം. ഈ 2 കുഞ്ഞുങ്ങളെ വെച്ച് ഞാനും ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം കുട്ടികളല്ലേ, അവർക്ക് എപ്പോഴും ഇപ്പോൾ നമ്മളെ വേണ്ടി വരും. അപ്പോൾ ആ സമയം എനിക്ക് മാറി നിൽക്കാൻ പറ്റിയിട്ടൊന്നുമല്ല, പക്ഷേ നിന്നല്ലേ പറ്റൂ. നമുക്ക് ഓരോരുത്തരോട് ഓരോ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നിന്നല്ലേ പറ്റുള്ളൂ അല്ലേ. നമ്മളെ വിശ്വസിച്ചതിൽ ജോയിൻ ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഈ പറയുന്ന സോദരിയെ വിശ്വസിച്ച് ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരെയും അവിടെ അങ്ങ് ഇട്ടിട്ട് ഇയാൾ നിർത്തിപ്പോയില്ലേ, അപ്പോൾ അത് ചതിയാണോ? എന്നെ ഇങ്ങനെ ഇത്രയും പറയുന്നുണ്ടല്ലോ, അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ സത്യാവസ്ഥയാണോ നിങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് എത്ര വട്ടം മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ടും പറഞ്ഞു, എടാ നീ നിൽക്ക്, ജസ്റ്റ് ഒന്ന് നിൽക്ക്, ആരെയും മുമ്പിൽ ഞാൻ പിന്നോട്ട് മാറാതെ ജസ്റ്റ് നിൽക്ക്, നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഓക്കെ അല്ലാതെ തോന്നിയൊരു കാര്യം. അന്ന് എനിക്ക് തോന്നുന്നു 11 മണി 12 മണി സമയത്ത് ആൾ 10, 11, 12 ആ ഒരു ടൈമാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ആളിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ വൈശാട്ടൊക്കെ ചോദിക്കുന്നത് എന്താ അതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് ഇയാളിരുന്നിട്ട് നമ്മൾ നന്നായി സംസാരിക്കുകയാണ്. അപ്പോൾ ആള് ചോദിക്കുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 7 AM രാത്രി 11 മണിക്ക് ശേഷമാക്ക്. ഒരാളെ കളിയാക്കുന്ന രീതിയിൽ. ഇപ്പം നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അവരെ പോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാനും. പക്ഷേ ഈ പറയുന്ന വ്യക്തി നട്ടപ്പാതിരയ്ക്ക് എന്നോട് വിളിച്ചിട്ട് പറയാണ്, എന്നാൽ 7 AM നിങ്ങൾ രാത്രി 11 മണിക്ക് ശേഷമാക്ക്, അപ്പോൾ അവൾ കയറും. BOP-ലൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് മന്ത്ലി വൺസ് കയറിക്കൂടെ? അപ്പം ഈ ഹസ്ബൻഡ് പറയുന്നു, എന്നാൽ ഓക്കെ, എന്നാൽ കയറാൻ നോക്കാം. പല രീതിക്ക് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്നോട് പറയുന്നു 6 months അവർക്ക് വർക്ക് എടുക്കാൻ പറ്റില്ല, മോനെ നഴ്സറിയിൽ വിടാണ്ട്. എൻ്റെ മോനെ ആ സമയത്ത് നഴ്സറിയിൽ വിട്ടിട്ടില്ല. ഓക്കെ, എൻ്റെ മോനെയും വെച്ചുകൊണ്ട് തന്നെ ഞാനും ഈ കൺസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് പറയാണ്, അവൾ 6 മാസത്തേക്ക് വർക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ മോനെ നഴ്സറിയിലൊക്കെ വിട്ടതിന് ശേഷം വർക്ക് എടുക്കാൻ പറ്റും. ഒരു കാര്യം ചെയ്യൂ, ദൃശ്യം 6 മാസം പണിയെടുക്കുക. അതെന്ത്, അവൾക്ക് വരും, ഞാൻ അവിടെ പണിയെടുക്കാൻ. എന്നാൽ 6 മാസം കഴിഞ്ഞ് അവിടെ വരും. നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങളെല്ലാവരും എന്നെ എല്ലാവരും അല്ല, ചിലരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥലത്ത് ജോലിക്ക് പോവുകയാണ്, ആ ജോലിക്ക് പോയിട്ട് അവിടെ നിങ്ങളെ പോലെ തന്നെ വർക്ക് എടുക്കേണ്ട ഒരു വ്യക്തി അങ്ങോട്ട് മാറി നിന്നിട്ടാ, ഞാൻ ഇനി വർക്ക് എടുക്കുന്നില്ല, എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട്, നീ എൻ്റെ പണിയും കൂടി എടുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുമോ? ഞാൻ ആ വ്യക്തിയോട് അതേ ചോദിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സാലറി വേണോ എന്ന് ചോദിച്ചു, മീൻസ് ഇൻകം വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തുമയ്ക്ക് ആളോ, അപ്പോൾ ദൃശ്യക്ക് പ്രശ്നം ദൃശ്യ പണിയെടുത്തിട്ട് ഈ വ്യക്തിക്ക് കിട്ടുമോ എന്നുള്ളതാണോ എന്ന്. എന്താണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
ഒരു ലീഡർഷിപ്പിൽ കയറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട മിനിമം വളരെ 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 മിനിമം ആയിട്ടുള്ളൊരു കാര്യം, അത്ര റാങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മന്ത്ലി വൺസ്, ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് പോലും കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ സിറ്റുവേഷൻ ആണോ അല്ലാതെ അവരുടെ വാശിയാണോ നിങ്ങൾ ചിന്തിക്കൂ. ആ സമയം അവർ ഈ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് അവരുടെ പേഴ്സണലാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും ഞാൻ പറയാം, അതിനൊരു സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അത് ഈ കാണുന്ന ബാക്കി ലീഡേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, അവർ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നില്ല, അപ്പോൾ എന്തുകൊണ്ട് ഇതിന് സമയം കണ്ടെത്തില്ല, അപ്പം ഇത് ദൃശ്യ മാം എന്തിനാ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിനോട് പല ലീഡേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയേണ്ടി വന്നു, എടാ നിങ്ങൾ ഒന്നുകിൽ വർക്ക് എടുക്കുക. ഞാൻ കാരണം വന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. അത് 3 4 ഇനി ഒരാളാണെങ്കിൽ പോലും ആ ഒരാളോട് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ വർക്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ നമുക്ക് നിർബന്ധിക്കാൻ ഒരു ലിമിറ്റ് വരെ പറയാൻ പറ്റും, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയോട് ഞാൻ ഈ ID കൊടുത്തതുമാണല്ലോ. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും പവറുള്ള വൺ സൈഡ് ഒരു 1 ലക്ഷത്തോളം രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ID, 1 ലക്ഷത്തിന് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ID, 1 ലക്ഷമല്ല കേട്ടോ, 1 ലക്ഷത്തേക്ക് അത്രയോ മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ID ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ അവർക്ക് എൻ്റെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അവർക്ക് കൊടുത്ത അവരുടെ ID തന്നെയാണ്, അതിലൊന്നൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ഓൾറെഡി വൺ സൈഡ് ഇത്രയും പവറും ഉണ്ട്. അതുപോലെ മറ്റേ സൈഡിൽ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് ഒരുപാട് വ്യക്തികൾ അവിടെ ഉണ്ട്. ഒക്കെ ഒരുപാട് വ്യക്തികൾ, ഇവർ മാത്രം എടുത്ത വർക്കുകളല്ല, തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. പക്ഷേ ഇത്രയും റാങ്ക് കയറിയൊരു വ്യക്തി പാടെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ടീമിനെ നല്ല രീതിയിൽ ബാധിക്കും. അല്ലെങ്കിൽ ബാക്കി ലീഡേഴ്സ് പറയും അവർ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളും ചെയ്യില്ല, കാരണം ഞങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് അവരുടെ ടീമിനും കൂടെ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നത്തിലായത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനാണ് സത്യം പറഞ്ഞിട്ടില്ല അവരോടൊന്ന് ID ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ചു തന്നേക്കും എന്നുള്ള രീതിക്ക് പറഞ്ഞു. പക്ഷേ അതിനും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലേക്കൊന്നും മുതിർന്നിട്ടില്ല ഗൈസ്. ഞാൻ അത് എന്തുകൊണ്ടാണ് ആളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഇത് സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ള റീസൺ എന്നിട്ടെങ്കിലും ആൾ തിരിച്ചു വരട്ടെ എന്ന് വെച്ചിട്ടാണ് സത്യമായിട്ടും. അത് കഴിഞ്ഞിട്ടും എന്നിട്ട് ഞാൻ തിരിച്ചു പോയെന്ന് നോക്കുമ്പോൾ ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല, ഞാൻ ഇതിന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ അറിഞ്ഞ മെസ്സേജ് അയച്ചു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത്, നോക്കി ആ ID ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന വേറെ ആൾക്കാരും കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ ആണ് എനിക്കിപ്പോൾ തോന്നുന്നു അതൊന്നും പറയണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഒരു സമയം വരെയും ആ വ്യക്തിൻ്റെ ID ഞാൻ എവിടേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ആ വ്യക്തിൻ്റെ പേര് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ ആ ഒരു നമുക്കും ഉണ്ടാവില്ലേ, ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരു സൈഡ് ഫുൾ എൻട്രി വെച്ചെടുത്ത് മറ്റേ സൈഡിലും നമ്മൾ എൻട്രി വെച്ചെടുത്ത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇതിന് ലീഡേഴ്സ് എല്ലാവരും കൂടെ ലിങ്ക് ഒക്കെ എടുക്കും. അപ്പോൾ ലിങ്ക് എടുക്കേണ്ട ഫണ്ടൊക്കെ ഉണ്ടാവും. അതിന് പോലും ആളിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തില്ല എന്നപ്പോൾ ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നാൽ നിൻ്റെ കൂടെ ഞാൻ കൊടുക്കാം. ഇത്രമേൽ ആളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന വ്യക്തി ഒരു സമയം എൻ്റെ അടുത്ത് പറഞ്ഞ ഭാഷകൾ, എൻ്റെ അടുത്ത് സംസാരിച്ചത്, ആളുടെ ഹസ്ബൻഡ് സംസാരിച്ച രീതി, ഇതൊന്നും നല്ലതായിരുന്നില്ല, ഒന്നും നല്ലതായിരുന്നില്ല ഗൈസ്. എനിക്കത് വളരെ വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായി പോയതും പിന്നീട്. അതുകൊണ്ട് തന്നെ ഞാൻ ആൾ പറയുന്ന കാര്യങ്ങളൊന്നും നിന്ന് കൊടുക്കേണ്ടി വന്നില്ല. കാരണം 6 മാസം അവർ പണിയെടുക്കില്ല, ഞാൻ പണിയെടുത്തിട്ട് അവർക്ക് ഉണ്ടായി കൊടുക്കണം. പിന്നെ എന്തൊക്കെയായിരുന്നു, അങ്ങനെ കുറേ നമ്മളങ്ങനെ ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ആളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അതെനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അടുത്ത് വേറെ ആരും അങ്ങനെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. ഒരാളുടെ അടുത്തൊരു മാന്യമായ രീതിയിൽ സംസാരിക്കില്ലേ, അതൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവരാണെങ്കിലും ടീമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ബാഡായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പല പാർട്ട്നേഴ്സിൻ്റെ അടുത്തും. അതൊക്കെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ റിപ്ലൈ കൊടുക്കേണ്ട വ്യക്തി ഞാനാ. പലരും എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കും അതെന്താന്ന്. ഇത് ഈ പറയുന്ന സഹോദരി നമ്മളെ ടീമിൻ്റെ ഒരു ലീഡറിന് അയച്ച മെസ്സേജാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. നീ പോയി ചാകടി, നിൻ്റെ സ്വഭാവ മഹിമ നന്നായിട്ട് മനസ്സിലായതാണ്, കൂടുതൽ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരണ്ട, ചൊറിച്ചിൽ മാറാനുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങോട്ട് കൊണ്ട് കയറി കൊടുക്കൂ. നിൻ്റെ സ്പോൺസർ ആയതുകൊണ്ടുള്ള ഒരു നാറ്റം മാത്രമേ എൻ്റെ ദേഹത്തുള്ളൂ, ബട്ട് നിൻ്റെ അങ്ങനെയല്ലല്ലോ, അസുഖം എന്താണെന്ന് നല്ലോണം മനസ്സിലായി, ഓരോരുത്തർ വന്നു പറഞ്ഞു തന്നിട്ടുണ്ട് നിൻ്റെ സ്വഭാവ മഹിമ, അതുകൊണ്ട് കൂടുതൽ ചിലക്കേണ്ട പോടി. ദൃശ്യ മാമിനോടല്ലല്ലോ നീ പറഞ്ഞത്, എൻ്റെ അടുത്തല്ലേ, അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ സംസാരിക്കുള്ളൂ, കേട്ടോടി. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ആ ലീഡറിൻ്റെ അച്ഛനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് ആക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷേ ഇത്രയും മോശമായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യല്ലോ, അത് ഭയങ്കര മോശമാണ്. കാരണം എന്ത് ഭാഷ നിങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി, എന്ത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, നീ എന്തിനുള്ള ഒരു ലീഡറല്ലേ, ലീഡറൊക്കെ പോട്ടെ, നീ നിന്റെ സ്റ്റാൻഡേർഡ് ആലോചിച്ച് നോക്കിയാൽ നീ ഇത്രയും മോശമായിട്ട് അവിടേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അത് ആ രീതിയിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ നിങ്ങൾ പരസ്പരം സംസാരിക്കല്ലേ, നിന്നെ മാത്രമല്ല അവളാണെങ്കിലും നീ ആണെങ്കിലും എന്ത് മോശമായിട്ട് സംസാരിക്കണേ. ഞാനിപ്പോൾ എത്ര ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ സംസാരിക്കുമ്പോൾ എന്താണ്
ഒരു മിനിമം സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ സംസാരിക്കണ്ടേ? ഇങ്ങനെ രണ്ടുപേരും ഭയങ്കര ലോക്കലായിട്ട് സംസാരിക്കരുത്. കാരണം നിങ്ങൾ പിന്നെ ഫേസ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, അതിന് ബ്ലോക്ക് ചെയ്താൽ എന്താണെങ്കിലും ഇത്രയും കാലം അറിയുന്ന ആൾക്കാരല്ലേ. ഇതുപോലെ തന്നെ നമ്മളെ ടീമിൻ്റെ ഒരു ലീഡർ നിർത്തിയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മളെ ഒരു ലീഡേഴ്സും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും ആ വ്യക്തിയുടെ അടുത്ത്, ആ ലീഡറിൻ്റെ അടുത്ത് പോയി പറഞ്ഞതാണ്, നിങ്ങൾ നിർത്തി എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരിലേക്ക് എന്തിനാണ് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചതുമാണ്. പക്ഷേ ചോദിച്ചൊരു രീതിയുണ്ട്, ഓക്കെ, ഒരു മാന്യമായ രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഓഡിയോ കേട്ടിട്ട് നിങ്ങൾ പറയൂ, ഈ പറയുന്ന സോദരി ഇപ്പം ചെയ്യുന്നത് ഈ ഫിജി കടന്ന കൺസെപ്റ്റ് നിർത്തിപ്പോയതിന് ശേഷം ആ ടീമിനെ മൊത്തം നശിപ്പിക്കാനുള്ള പരിപാടികളാണ് അപ്പുറത്ത് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റയിലിടുന്നു, യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, അതും പോരാട്ടെ ഇടയ്ക്കിടയ്ക്ക് അതിർത്ത് സ്റ്റാറ്റസ് ഇടുന്നു, പിന്നെ ഹൈലൈറ്റ് ഇടുന്നു. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആളുടെ ഭാഗം കൊണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആള് ഈ പറയുന്ന നേരത്തെ നിർത്തിപ്പോയി ജസ്റ്റ് സ്റ്റോറി എന്താ ഇട്ടെന്ന് വെച്ചാൽ, എന്താണ് എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, വീട്ടിലിരുന്നുകൊണ്ട് അല്ല വർക്ക് ഫ്രം ഹോം മതിയായി എന്നുള്ള രീതിക്ക് എന്തൊന്നും പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറയുന്ന വ്യക്തി ആൾക്ക് അയച്ചൊരു വോയിസ് ഉണ്ട്, അതും കൂടെ കേട്ടിട്ട് നിങ്ങൾ പറയൂ ഈ പറയുന്ന വ്യക്തി ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഓക്കെ, എടോ തനിക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഇച്ചിരി ഉളുപ്പ്, ഇച്ചിരി അന്തസ്, ഇച്ചിരി നാണം, ഇച്ചിരി മാനം, ഇച്ചിരി മര്യാദ, ഇച്ചിരി അന്തസ്സുണ്ടോ? അന്തസ് അത് അത്യാവശ്യം കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഉണ്ടാവും ഈ അന്തസ് എന്ന് പറയുന്ന സംഭവം. അത് കുറച്ചെങ്കിലും ഉണ്ടോ അല്ലേ? കോമൺ സെൻസ് ഉണ്ടോ? താൻ എത്ര രൂപ ഈ ഫിസിക്കൽ കൺസെപ്റ്റ് ഇറങ്ങാൻ വേണ്ടി മുടക്കിയത് എത്ര രൂപ? ഇന്നലെ വരെ തന്നെ മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബിൻ്റെ ആ ഒരു രീതിയാണ്, നമ്മൾ ആ ഒരു റെസ്പെക്ട് സംസാരിക്കാം. പക്ഷേ തനിക്ക് ആ റെസ്പെക്ട് കിട്ടേണ്ട ഒരു കാര്യമല്ല, കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് മനസ്സിലായിട്ടാണ് ഇപ്പോൾ ആ മാം വിളിയൊക്കെ നിർത്തിയത്. ഇച്ചിരി ഉൾപ്പുണ്ടോ? ജസ്റ്റ് ചിന്തിക്കാനുള്ള ഒരു സെൻസ് ഇല്ലേ? താൻ എത്ര രൂപ മുടക്കിയത്? തനിക്ക് എത്ര രൂപ ഫിസിക്കായിട്ട് നിന്ന് കിട്ടിയത്? എന്നിട്ട് ചുമ്മാ കുറച്ച് ക്യാഷ് പോയെന്നോ? പറിച്ചിലായിട്ട് 10-50 ലക്ഷം മുടക്കി പോലെയാണല്ലോ. അത് നച്ചു നാണുണ്ടോ? എന്ത് പറഞ്ഞു, എനിക്ക് റേഞ്ചില്ല മാം, എനിക്ക് അതില്ല മാം, എനിക്കിതില്ല മാം, എനിക്ക് ഒരു മീറ്റിംഗ് എടുക്കില്ല, ഒരു മീറ്റിംഗിൽ കയറില്ല, എല്ലാം ബാക്കി എല്ലാവരും ചെയ്ത് ബാക്കി എല്ലാവരും എടുക്കേണ്ട വർക്കിൻ്റെ പൈസയും കിട്ടിയിട്ട് വെറുതെ കുറേ ക്യാഷ് പോയി കിട്ടിയത്. കുടുംബത്തിൽ പറഞ്ഞവർക്ക് പറ്റുന്ന പണിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് കാണിക്കണ്ടേ? കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് ആ വീട്ടുകാർക്കെങ്കിലും കുറച്ചൊരു മെച്ചോണ്ടായിക്കോട്ടെ, കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് കാണിക്കും. ഇമാതിരി പരിപാടി കാണിക്കുക എന്തിനാണ് സ്നേഹ? എന്തിനാണ്? താനോ വർക്ക് എടുക്കില്ല, നന്നാവും പോണവരെങ്കിലും മുടക്കാണ്ട് നിൽക്കാൻ നോക്കും. തൻ്റെ കണ്ടിൽ ഒരുപാട് പേര് വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ എന്താണ് വെറുതെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത്, വെറുതെ എന്തിനാണ് നെഗറ്റീവ് എടുപ്പിക്കുന്നത്? തനിക്ക് എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താൻ മുടക്കിനേക്കാൾ ഇരട്ടി പൈസ കിട്ടിയെന്ന്. പക്ഷെ എന്താണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്? അയ്യേ ശേ. ദൃശ്യേച്ചി മാനിയായിട്ടാണ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. ദൃശ്യേച്ചി എന്നോട് റോങ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. അങ്ങോട്ടും കൂടി ഞങ്ങൾക്ക് ഇപ്പോഴും അതിന് നല്ല ഇഷ്ടമാണ്. എന്താ വെച്ചാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് ആ ഒരു സ്നേഹം കളയുന്നത്. പക്ഷെ മറ്റു സ്ത്രീ ഞാൻ പിന്നെ എഴുത്തിപ്പിക്കൊക്കെ വോയിസ് അയച്ചപ്പോൾ അവർ പറയും എന്തത് ഇങ്ങനെ ഉണ്ടാകുന്നത്, അത് പറയാൻ അർഹത അവർക്കുണ്ടെന്ന്. അറിയോ അവർക്ക് അത്രയും കൾച്ചറിലേക്ക് വർത്തനം വീട്ടിൽ ഒരാളോട് അതേപോലെ വീട്ടിലെ ആൾക്കാരെ അച്ഛനടക്കം വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട്, പക്ഷെ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ വക വർത്താനം ഒരു ടീമിൽ ഒരു ലീഡറാണ് പറയുന്നത്, എന്റെ മുകളിലുള്ള ഒരു ലീഡറാണ് പറയുന്നത്. അതെവിടെ വീട്ടിൽ പറയാനൊന്നും ആർക്കും അതില്ല. അവർക്കെതിരെ പറയാൻ എല്ലാവർക്കും പേടിയാണ്. അവരെ മാത്രമല്ല അവരുടെ ഹസ്ബൻഡിനെ പേടിയാണ്. കാരണം എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് അദ്ദേഹമാണ്. എന്നെക്കുറിച്ച് ഇങ്ങനെ തെറ്റായ ധാരണ പുറത്തേക്ക് വിട്ടിട്ട് ഇത്തരം ഒരു വീഡിയോയും ഇട്ട് എല്ലാവരെയും മുമ്പിൽ എന്നെ തെറ്റുകാരിയാക്കി. പലരും എന്നെ തെറ്റിദ്ധരിച്ചു. അതിലൊരു വ്യക്തിയാണിത്. സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് അയച്ച മെസ്സേജാണ്. ഇത്തരം മെസ്സേജുകൾ ഇവിടെ പബ്ലിക്കായി ഇടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള ശരി എനിക്ക് തെളിയിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. ഓക്കെ, ഈ വ്യക്തിൻ്റെ ആ വീഡിയോയിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവർ ബാലൻസ് ആയത്, അതായത് ഒരു സൈഡ് ഇത്രയും പോയിന്റ്സ് ഉണ്ടായിരുന്നു, മറ്റേ സൈഡ് എൻട്രീസ് ഒക്കെ ഒന്ന് ബാലൻസ് ആയപ്പോൾ അപ്പുറത്തേക്ക് വർക്കിന് പോകേണ്ടി വന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ബാലൻസ് ആയത്? നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് എടുത്തിട്ടാണോ? ടീമിൽ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ വർക്ക് എടുത്തത് മാത്രമാണോ? അല്ലല്ലോ. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയും എനിക്ക് കിട്ടിയ കോണ്ടാക്ട്സ് ഫുൾ അവിടേക്കല്ലേ ഡീൽ ചെയ്തത്? അതൊക്കെ നിങ്ങളൊരു നിമിഷം കൊണ്ട് മറന്നുപോയോ? പിന്നെ അതുപോലെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, കാരണം മറന്നു പോകാതിരിക്കണ്ടേ. പെർഫോമൻസ് ബോണസ് നിങ്ങളെപ്പോലെ തന്നെ ഈ കൺസെപ്റ്റിൽ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ അതേപോലെ പറഞ്ഞു തന്നില്ല, അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു. കറക്റ്റ് ചെയ്യണമെന്ന് ഒരാളെനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത് തൊട്ട് കറക്റ്റ് ചെയ്തു. നിങ്ങളല്ല, നിങ്ങളെ മുമ്പേ നിങ്ങളുടെ ടീമിലുള്ള ഒരാളെനിക്ക് പറഞ്ഞു, മാം ഈ ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം നമ്മളിങ്ങനെ പറയണം. അതൊരു അറിവും വിവരമുള്ളൊരു മനുഷ്യത്തെയും കൂടി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കാര്യം അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ടീമിലേക്ക് ഞാൻ അത് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ഇനി പ്ലാനൊക്കെ പറയുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തെറ്റ് വന്നാൽ അത് അഡ്മിറ്റ് ചെയ്യുക, അത് കാര്യങ്ങൾ അത് തിരുത്തുക, അത്രയേ ഉള്ളൂ. ആ ഒരു തെറ്റ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഈ തെറ്റ് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് 3ാമത്തെ റാങ്ക് കയറിയപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ ഇട്ടില്ല? ഗൈസ് 3ാമത്തെ റാങ്ക് കയറി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല ഗൈസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇട്ടില്ല? 3ാമത്തെ റാങ്ക് കഴിഞ്ഞു, 4ാമത്തെ റാങ്ക് കഴിഞ്ഞു, 5ാമത്തെ റാങ്ക് കഴിഞ്ഞു, 6ാമത്തെ റാങ്കിലേക്ക് പോകുമ്പോഴാണോ നിങ്ങൾക്ക് ഈ ബോധോദയം വന്നത്? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഇത് നല്ലതും അല്ല ടീം നല്ലതും, ചെയ്യാൻ പറ്റാത്തൊരു സമയമാകുമ്പോഴത്തേനും ടീമിന് മൊത്തം നെഗറ്റീവ്സ് ആണോ നിങ്ങൾ കാണുന്നത്? പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ലീഡേഴ്സിന് തന്നെ ഇത് ആ ലീഡർക്ക് തന്നെ, അതായത് എന്നെ ഉദ്ദേശിക്കുന്നത് ഇത് ആ ലീഡർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ടീമിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് അപ്പോഴത്തേക്കും ആ വ്യക്തി പറയുന്നു. ലീഡർ ഉണ്ടെങ്കിലേ നടക്കൂ എന്നൊന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പണിയെടുക്കൂ, ഇവൾ 6 മാസത്തേക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ പണിയെടുക്കും, ഞാൻ ലീഡർ ആയതുകൊണ്ട്? അപ്പം നിങ്ങളല്ലേ പറഞ്ഞ ലീഡറിൻ്റെ ആവശ്യമില്ല എന്ന്? പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്?
നിങ്ങൾ ചിന്തിച്ചൊക്കെ നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എന്നുള്ളത്. എനിക്കുമല്ലേ ഒരു ഫാമിലി, എനിക്കുമല്ലേ കുട്ടികൾ, നിങ്ങൾ മാത്രമാണോ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നത്? ഈ 6 മാസം നിങ്ങൾ നോക്കി പറയുമ്പോൾ ഞാൻ എടുത്ത ലോഡ് കൂടാതെ എക്സ്ട്രാ ലോഡ് എടുത്ത് വെക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ടീമിൻ്റെ ഫുള്ള് കാര്യം ഇനി മുതൽ ഞാനും കൂടെ നോക്കാമെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലോഡാണ്. എക്സ്ട്രാ ഇൻകം എനിക്ക് അവിടെ വരുന്നുണ്ടോ? എല്ലാവരും ഇൻകം കിട്ടാനും കാര്യങ്ങൾക്കും വേണ്ടി ഇതിൽ വരുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇൻകം എനിക്ക് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മാത്രം ചിന്തിക്കല്ലേ. ഓക്കെ, ഈ മൊമെൻറ്റ് വരെ നിങ്ങളുടെ ഐഡിയ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ആ ഐഡിയ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഈ 2023 എന്തെങ്കിലും തുടച്ച് വായിച്ച് കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഐഡിയ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഞാനത് തുടച്ച് കളയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എന്തിനാണത്? നിങ്ങളൊരു വർക്കും എടുക്കാതെ ഒരു ടീം അങ്ങനെ ആയി കിടക്കുന്ന ആ ടീമിനെ എങ്ങനെയും കുത്തിപ്പൊക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അവിടെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ തന്നെ മനസ്സ് മടുത്തു പോയി. നിങ്ങളൊക്കെ ഈ പ്രവൃത്തികളുണ്ട് മനസ്സ് മടുത്ത് ഞാൻ ഈ വർക്കിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിയൊരു സമയമുണ്ട്. നല്ലൊരു ബ്രേക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അതെൻ്റെ ടീമിനെ ബാധിക്കുന്ന രീതിയിലായിട്ടില്ല. മീൻസ് ഞാൻ കാരണം, അവരായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ കാരണം ഈ നിമിഷം വരെയും എന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടോ എന്ത് കാര്യത്തിനും ഒരാൾ വിളിച്ചാലോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ഞാൻ അവർക്ക് നിന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഇട്ടെറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരും പോയ പോലെ പോയിട്ടില്ല. ഓക്കെ, അതുപോലെ പിന്നെ ഈ പ്രഷർ, വർക്ക് പ്രഷർ, ഈ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ ഉടനീളം പറഞ്ഞൊരു സാധനം വർക്ക് പ്രഷർ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഫോളോ ചെയ്തൊരു സിസ്റ്റം ഉണ്ട്. 7am BOP മീറ്റിംഗ്സ് കാര്യങ്ങൾ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ആ കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായി തുടങ്ങിയപ്പോഴാണ് അത് നിങ്ങൾക്ക് പ്രഷറായത് അല്ലേ? നിങ്ങൾ തന്നെ പറയുന്നുണ്ടായില്ലേ, എനിക്ക് പ്രഷർ അല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അപ്പോൾ എനിക്ക് പ്രഷറായിരുന്നു. അപ്പോൾ മറ്റു പലർക്കും ചിലപ്പോൾ നിങ്ങളത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു ടെൻഷനായിരുന്നു. കാരണം അയ്യോ ഞാൻ പറയുന്നത് മറ്റു പലർക്കും ടെൻഷൻ ആവുന്നുണ്ടോ, പ്രഷർ ആവുന്നുണ്ടോ, ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട. അങ്ങനെയാണ് ഞാൻ അതിന് പിന്നെ പയ്യെ ഡിറ്റാച്ച് ആയി തുടങ്ങി ഈ വീഡിയോയ്ക്ക് ശേഷം, നിങ്ങൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം. ഓക്കെ, പിന്നെ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ എപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ പല സമയത്തും കുഞ്ഞുണ്ട് എൻ്റെ കൂടെ, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാൻ അവരെയും കൊണ്ട് എനിക്ക് മീറ്റിംഗ് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കയറുന്നത് എങ്ങനെ? എൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്തോ ആരുടെ പിടിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ ആ മീറ്റിംഗ് കയറുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത്രയും ഒരാളെ കുറ്റം പറയുമ്പോൾ അവർ നിങ്ങൾക്ക് ചെയ്തെന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്നു? അവിടെ നിങ്ങൾ പല സ്ഥലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ അപ്പുറത്തോട് വന്ന് കുറ്റമല്ലേ പറയുന്നത്? അല്ലേ? ഇനി പോട്ടെ, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് എന്ന് പറഞ്ഞു നിങ്ങൾ, എന്നിട്ട് അതൊരു ടീമിനെ മൊത്തം അടിച്ചേൽപ്പിച്ചു അല്ലേ? ആ ടീമിൽ എത്ര ലീഡേഴ്സ്, നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ ലീഡേഴ്സ് ഉണ്ടല്ലോ, ദൃശ്യയുടെ അപ്പുറത്തെ വിങ്ങിലുള്ള ഈ ലീഡറൊക്കെ എത്ര വട്ടം നിങ്ങൾ വരാത്ത സമയത്തും ഈ ക്ലോസിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ ടീമിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നിട്ട് എത്ര പേർക്ക് അത് ഉപകാരമായിട്ടുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്നെങ്കിലും? പരസ്പരം സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും മുന്നോട്ട് പോയത്. അതിന് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കുറ്റം പറയാനില്ല, അവരെയും പറയാനില്ല, നിങ്ങളെയും പറയാനില്ല. എല്ലാവരും ഒരു സമയം വർക്ക് എടുത്തിട്ടുണ്ട്. പല സമയത്തും ഈഗോ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീം നശിക്കാൻ ഈഗോ എന്നൊരു സാധനം വന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രയോ വ്യക്തികൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങൾ നിർത്തിപ്പോയി. അപ്പം നിങ്ങൾ അവരെ ചതിക്കുകയാണോ ചെയ്തത്? ഞാൻ ഈ സമയം വരെ ഞാൻ ഇത് നിർത്തിപ്പോയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ മെൻ്റലി അത്രയ്ക്കും ഡൗൺ ആയ സമയത്ത് പോലും ഞാൻ നിർത്തിപ്പോയിട്ടില്ല. കാരണം ഞാൻ കൊണ്ടുവന്ന വ്യക്തികളോട് എനിക്ക് ഇപ്പോഴും കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവരൊക്കെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വർക്കിന് തിരിച്ചു വരണമെന്നോ അല്ലെ വർക്ക് റിലേറ്റഡ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും, അത് എപ്പോഴാണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തതൊക്കെ ചെയ്തു. നിങ്ങൾ ഈ പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് ജോലിക്ക് പോയപ്പോൾ അത് വലിയ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇതൊന്നും ഉപേക്ഷിച്ചെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഒരു വർക്ക് പ്രൊഫഷൻ ഒന്ന് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാരണം എന്തോ ആയിപ്പോയ വ്യക്തിക്ക് ഉദാഹരണം എന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്താണത്? ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ നിങ്ങൾക്ക് അവിടെ എഴുതി തന്നിട്ടുണ്ടോ ഞാൻ പ്രൊഫഷനിലേക്ക് കയറില്ല എന്ന്? നിങ്ങൾ കയറിയപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞിരുന്നോ? നിങ്ങൾ ആ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാരണം പറഞ്ഞ 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തതെന്ന്. അത് പറഞ്ഞ് 1 മാസം പോലും ആയിട്ടില്ല. 1 മാസത്തിലെ തലേ ദിവസം നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ 2 കുട്ടികളില്ലേ? ഈ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്തു. അപ്പോൾ അതൊരു കാരണമാണോ? നിങ്ങൾ പറഞ്ഞൊരു ജെനുവിൻ റീസൺ ആണോ? ഇതൊന്നും ചോദിക്കാൻ അറിയാണ്ടല്ല. അന്ന് നിങ്ങൾ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വേണം ഇതുപോലെ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നോ? 2 കുഞ്ഞുങ്ങൾ, അമ്മയ്ക്ക് വയ്യ, എനിക്ക് ഫിജിക്കാട്ടിൽ വർക്ക് ചെയ്യാൻ വയ്യ, പക്ഷേ ഞാൻ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും, അടുത്ത മാസം ആയിട്ടില്ല, അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ജോലിക്ക് കയറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആക്കി ഊക്കിയൊക്കെ സ്റ്റാറ്റസിലായിരുന്നു. എനിക്ക് ആ ഒരു ശീലമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന രീതിയിൽ എനിക്ക് തിരിച്ച് നിങ്ങളോട് റിപ്ലൈ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ്. ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, എനിക്ക് സന്തോഷവുമില്ല ഇത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ വന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു ചെയ്യാണ്ടിരിക്കരുത്, നിങ്ങൾ ചെയ്യൂ, എന്താണെന്നുള്ളത് അറിയുന്നുള്ള രീതിക്ക് പറഞ്ഞു. ഓക്കെ, പ്രയോറിറ്റി ഫാമിലി. ഈ ലോകത്ത് ആരും ഫാമിലി പ്രയോറിറ്റി കൊടുക്കാത്തവർ ഞാനില്ല.
നിങ്ങൾക്ക് ഫാമിലി പ്രയോറിറ്റിയാണ്, ബാക്കി എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എവിടെയാണ് എൻ്റെ ഫാമിലിനെ അവിടെ കടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ വന്നിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ നോക്കിയിട്ടുള്ളൂ. അത് ജോലി ചെയ്യുന്ന ഏതൊരാളും അവരുടെ ഇപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ എൻ്റെ അച്ഛനൊക്കെ പണിക്ക് വേണ്ടി ഫാമിലി വേണ്ടാച്ച് പോയതല്ല, ഫാമിലിക്ക് വേണ്ടി പോയതാണ്. അത് മനസ്സിലാക്കൂ. ഓക്കെ. ആൻഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, കുട്ടിക്ക് വേദന ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങൾ. പിന്നെ മീറ്റിംഗ് ടൈം ഒരു മിനിറ്റ്. മീറ്റിംഗ് ടൈമിൽ ഒരുപാട് റീസൺസ് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പല വ്യക്തികളും എല്ലാവർക്കും റീസൺസ് ഉണ്ടാവും ഇല്ലേ? ഇപ്പോൾ ഇയാളാണെങ്കിൽ ഒരുപാട് എൻ്റെ അടുത്ത് റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്ത് പറയല്ല ചെയ്ത് നിങ്ങൾ ഒരുപാട് റീസൺസ് പറഞ്ഞ സമയത്തൊക്കെ ഞാൻ കയറി നിന്നിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരാളിങ്ങനെ അടച്ച് കുറ്റം പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ. പിന്നെ നിങ്ങളൊരു കാര്യം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, കുറ്റം പറയാത്തൊരു പാരുണ്ടാവില്ല. ഇപ്പം ഞാനും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പലയിടത്തും പല കുറ്റങ്ങളും നമ്മൾ കാണുന്നുണ്ടാവും. പരസ്പരം ആസ് എ ലീഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾ വേറെ ആളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ ആളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ രണ്ടാളെ പറ്റി വേറെ ആളും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ കോമൺ ആണ്, ഒരു ടീമാണ്. ചിലപ്പോൾ ഒരു വർക്കിംഗ് പ്ലേസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകാൻ പറ്റും ഇല്ലേ? പരസ്പരം എന്തെങ്കിലുമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും മനുഷ്യരിക്കാതെ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. വർക്ക് റിലേറ്റഡും കാര്യങ്ങളൊക്കെ പേഴ്സണലായി പോകരുത്. ഒരു കാര്യം പേഴ്സണലായി പോകരുത്. വർക്ക് റിലേറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പേഴ്സണലായി പോകരുത്. ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ഓക്കെ. പിന്നെ ആരാണെങ്കിലും കയറുമ്പോൾ പറയുന്നതല്ല ഇതിനുള്ളിൽ പട്ടിപ്പണി എടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. കയറുമ്പോൾ പറയുന്നതല്ല ഇതിനുള്ളിൽ എന്ന് പറയുമ്പോൾ അതിന് ശേഷം വർക്ക് എടുക്കണോ വേണ്ടി വർക്ക് എടുക്കാതെ പോയി എത്രയോ ആൾക്കാരുണ്ട്. എന്തിനാണ് ഈ പറയുന്ന സഹോദരി വർക്ക് എടുത്തത്? ഇൻകം കിട്ടിയോണ്ടല്ലേ, ഇൻകം കിട്ടുന്നോണ്ടല്ലേ അല്ലേ? ആ സമയത്ത് ഇയാളും 7 AM കയറാത്ത പലർക്കും മെസ്സേജ് അയച്ചിട്ടില്ല, എന്താ 7 AM കയറാത്തേടാ, 7 AM കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് തെറ്റാണെങ്കിൽ എന്തിനത് ഫോളോ ചെയ്തു? ഒരു സമയം നിങ്ങൾക്ക് കയറാണ്ടായപ്പോഴത്തേക്കും അത് നെഗറ്റീവായോ? ഞാനത് ചോദിക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും ഇത്രയും കാലം ചെയ്തതെല്ലാം നെഗറ്റീവായി പോയതാണോ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിയ പോലെ ജീവിതം. ഞാൻ പറയട്ടെ, ഒരു സമയം നമ്മൾ എല്ലാവരും കടന്ന് കഷ്ടപ്പെട്ട് വർക്കെടുത്തുന്നു. നിങ്ങൾ ചാരിറ്റിയാണോ ചെയ്തത്? പൈസയ്ക്കല്ലേ ചെയ്തത്? എന്ന് വെച്ചിട്ട് ജീവിതം കളഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എൻ്റെ ലൈഫും കൂടെ നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഓക്കെ. പക്ഷെ അതിന് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്നവരും ഇത്രയും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും ആക്കിയ ആൾ ആരാണെന്ന് മറന്നുപോയെന്ന് അങ്ങനെ എന്തോ നിങ്ങൾ പറഞ്ഞു. അതായത് നിങ്ങളാണ് എന്നെ ഇത്രയാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എത്ര വർക്ക് താഴെ ചെയ്ത് തന്നിട്ട് എത്ര എൻട്രീസ് താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു സൈഡ് ഫുൾ എൻട്രീസ് ഞാനാണ് വെച്ചത് അല്ലേ? ഏതോ 4ാമത്തെ റാങ്ക് കയറിയതിനു ശേഷം അപ്പുറത്തേക്ക് പോയത് അല്ലേ? അപ്പം ഞാൻ നിങ്ങളെയാണ് നോക്കിയത്, നിങ്ങൾ എന്നെ ആണെങ്കിൽ മ്യൂച്വലിയാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. നിങ്ങളും മറക്കരുതായിരുന്നു. ഓക്കെ. മാസത്തിൽ ഒരു വട്ടം പോലും മീറ്റിംഗ് കയറാൻ പറ്റില്ല, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ അവിടെ അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അപ്പം അത്ര പോലും ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഇതിൽ നിലനിൽക്കണം എന്ന് ഏത് ലീഡർ ആഗ്രഹിക്കും? നിങ്ങളൊരു വർക്ക് എടുക്കുകയാണ്, നിങ്ങളുടെ കൂടെ ഉള്ള ആൾ മാസത്തിൽ ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തി പറഞ്ഞു ഇനി ഒന്നിലേക്ക് ഞാനില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ പ്ലാനിൽ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് ഈ പറയുന്ന വ്യക്തി പറയുന്നു. 2 വർഷത്തോളം 1.5-2 വർഷത്തോളം ഇതിൽ വർക്ക് ചെയ്തിട്ട് ഈ സമയത്താണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു കാര്യം എന്തിനു നിങ്ങൾ ചെയ്തു? അത്രയും കാലം നിങ്ങൾ വർക്ക് എടുത്തിട്ട് ഈ ലാസ്റ്റ് നിമിഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാൻ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? നിങ്ങൾ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇത്രയും കാലം കഴിഞ്ഞ് വന്ന് ഞാൻ നിന്നോട് ചോദിച്ച ആൾക്കാരോട് തന്നെ ചോദിച്ചത്. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അവർക്ക് വീഡിയോ ചെയ്യായിരുന്നു, അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റാതായി, അവർക്ക് ഇതെല്ലാം പോയി എന്ന് കണ്ടപ്പോൾ അവർ ആ വീഡിയോ ചെയ്തിട്ടൊരു ജെന്യൂനിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മറ്റുള്ള ലീഡേഴ്സ് എല്ലാവരും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരുടെ ടീമിലേക്ക് കൊടുക്കണം. ഇവർക്ക് അതിൽ കയറാൻ പറ്റില്ല. ഇപ്പം അവിടെ പറഞ്ഞു പിന്നെ ഒരാൾ, ഞാനങ്ങനെ മോട്ടിവേഷനായിട്ട് ഈ മാമിൻ്റെ ടീമിന് കിട്ടണ്ട എന്ന് വേറൊരു ലീഡർ പറഞ്ഞു എന്ന്. ഇതുപോലെ നിങ്ങൾ എന്തുകൊണ്ട് കയറുന്നില്ല? നിങ്ങളുടെ ടീമിന് കൊടുക്കേണ്ടതല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗ് കയറില്ല? എല്ലാ മനുഷ്യന്മാരും ഇതിൽ പണിയെടുക്കാനും പൈസ ഉണ്ടാക്കാനും വന്നത്. അപ്പോൾ അവർക്കും അതിൻ്റെതായ കൺസേൺ ഉണ്ടാവും. ഞാൻ ആരെയും കുറ്റം പറയാനില്ല. ഓക്കെ. പിന്നെ ഗസ്റ്റ് ഇല്ലാതെ മീറ്റിംഗ് നടത്തണം എന്ന് ഞാൻ എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത്? ആ വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. ഗസ്റ്റ് ഇല്ലാതെ മീറ്റിംഗ് നടത്തണം. പിന്നെ അതുപോലെ തന്നെ എന്താ പോസ്റ്റേഴ്സ് ഇടണം. ഞാൻ പറയട്ടെ, പോസ്റ്റേഴ്സ് എന്തിനാണ് നമ്മൾ ഇട്ടത്? ടീം എപ്പോഴും ലൈവ് ആയിരിക്കാനും എല്ലാ പാർട്ട്നേഴ്സിനെയും ആക്റ്റീവായിട്ട് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഇന്ന് കുറ്റം പറയുന്ന ആ ആൾ അന്നൊരു സമയം ഇതിനു വേണ്ടി ഓടി നടന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് ഇയാൾക്ക് പ്രഷർ എന്ന രീതിക്കൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ.
പിന്നെ ആ വ്യക്തി തന്നെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് മടുത്തു, പണ്ടത്തെ പോലെ ആക്റ്റീവ് ആവില്ല ഇനി ഞാൻ, പക്ഷേ ഞങ്ങളിത് നിർത്തില്ല, ഞങ്ങൾ സൈഡായിട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ഞാനും അതുപോലെ തന്നെയാണ് ചെയ്തത്. ഞാനിത് നിർത്തിയിട്ടില്ല, ഞാൻ സൈഡായിട്ട് തന്നെ കൊണ്ടുപോകും, എനിക്ക് എൻ്റെ പ്രൊഫഷൻ എടുക്കുന്നു. നിങ്ങൾ ചെയ്ത സെയിം സാധനം ഞാൻ ചെയ്തപ്പോൾ അതെന്താണ്, എനിക്ക് ഓവർ കോൺഫിഡൻസിൻ്റെ മുകളിൽ എന്തോ ആയിപ്പോയതിൻ്റെ ഉദാഹരണം. കുഴി മൂടി കുഴിച്ചിട്ട സാധനം വീണ്ടും പൊതച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളും കുഴിമൂടി പൊതിച്ചിട്ടതല്ലേ? നിങ്ങൾ ചെയ്ത സെയിം സാധനമല്ലേ ഞാനും ചെയ്തത്? നിങ്ങൾ എന്നിട്ട് എന്തിനാ എന്നെ മാത്രം കുറ്റം പറയണത്? നിങ്ങൾ എന്തിലാണ് ആ സ്റ്റോറി ഇട്ട് നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുന്ന രീതി എന്താണ്? ഇതാണ് സഭ്യമായ രീതിയിൽ സംസാരിക്കുന്നത്? പിന്നെ ഇതൊക്കെ കഴിഞ്ഞു, ഇവർ ഈ വീഡിയോ ഇട്ടിട്ട് അത്രയും ഞാൻ ഹേർട്ടായിട്ടാണ്, അത്രയ്ക്കും, അതായത് ഞങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ മാറാൻ, ഈ ഒരു എന്താ പറയുക സാഹചര്യം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അന്ന് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാമിലി, അമ്മ, അനിയൻ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വയനാട്ടിൽ പോയ സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത്, ഇവർ ഈ വീഡിയോ ഇടുന്നത്. അതിൻ്റെ മുകളിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് പറയാം. അതായത് എൻ്റെ കെയർ ഓഫിൽ ഇപ്പം ആളുടെ ടീം പറ്റേ നശിച്ച് നറാണക്കല്ലെടുത്ത ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആളുടെ ടീം എന്ന് മാത്രം പറഞ്ഞില്ല, എൻ്റെയും കൂടെയാണ്. ആളുടെ ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ടറിലാണ് ആൾ, അപ്പോൾ ആളുടെ ഏത് ടീമും എൻ്റെ ടീമും കൂടിയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞു ടീമിന് അത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ഇതായപ്പോൾ എനിക്കിങ്ങനെ എൻക്വയറീസ് വരാറുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ അതൊക്കെ എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിലുള്ള ഒരു വ്യക്തിക്ക്, എന്നാൽ പ്ലാൻ പറയാൻ അറിയുന്ന വ്യക്തിക്ക് കുറച്ച് കോൺടാക്ട്സ് കൊടുത്തു, പ്ലാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ ആ വ്യക്തി പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു കോൺടാക്ട് ഏകദേശം സെറ്റായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കൺഗ്രസ്, അപ്പോൾ നിങ്ങൾ സെറ്റാക്കുക, അവിടെ ടീം സെറ്റാവാന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഗൈസ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ആ കുട്ടി, അതൊരു ചെറിയ കുട്ടിയാണ് ജോയിൻ ചെയ്യുന്നത്, ഒരു +1 കുട്ടിയെന്ന് തോന്നുന്നു, +1 പഠിക്കുന്ന കുട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി എന്നെ ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ ആ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്ത്, ജോയിൻ ചെയ്യാൻ പോണ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ദൃശ്യനെ വിശ്വസിച്ചിട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ദൃശ്യയുടെ അതേ സിറ്റുവേഷനിലൂടെയാണ് എൻ്റെ മോളും പോകുന്നത്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, അവളുടെ അച്ഛനും മരിച്ചിട്ട് കുറച്ച് ദിവസമല്ല കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേറെ ആരും സപ്പോർട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊരു ടെൻഷൻ, കാരണം വെച്ചാൽ എൻ്റെ ഈ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുഞ്ഞായിട്ട് പോലും എൻ്റെ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നതെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ കുട്ടി ഇത്രയും ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അത് എനിക്കൊരു ടെൻഷനായി. അപ്പോൾ ഞാൻ കൊടുത്ത ഈ കോൺടാക്ട് കൊടുത്തൊരു ലീഡർ ഉണ്ടല്ലോ, ആ ലീഡർ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ ഈ കുട്ടീനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നീ അവളെ സപ്പോർട്ട് ചെയ്യില്ലേ, താഴേക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ നീ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ചോദിച്ചപ്പം ആ കുട്ടി, അതായത് ആ ലീഡർ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, മാം എനിക്ക് അതിൻ്റെ താഴേക്ക് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള കോൺടാക്ട്സ് ഒന്നുമില്ല, ഞാൻ ട്രൈ ചെയ്യാമെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ മാക്സിമം അവർക്ക് സെറ്റാക്കി കൊടുക്കണം, കാരണം അവിടെ വെക്കുന്നത് എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഇവർ ഈ അമ്മ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം ആ ടീം ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടെ വെക്കണോ വേണ്ടേ എന്നുള്ള രീതിക്ക് അവരോട് ചോദിച്ചപ്പം ഈ ലീഡർ ഒരു ഉറപ്പ് പറഞ്ഞില്ല, താഴേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് എനിക്ക് പറഞ്ഞില്ല. അതിൻ്റെ മുകളിലെ ലീഡറോട് ചോദിച്ചു. ആ വ്യക്തി പറഞ്ഞു മാം എന്നെ വിശ്വസിച്ചിട്ട് അതിലേക്ക് വെക്കണ്ട, അവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ആ ആൾ ഒഴിഞ്ഞു. പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ഈ മാം, ഈ സോദരിയാണ്. ഈ സോദരിയാണെങ്കിൽ ഓൾറെഡി ഇടയ്ക്ക് ഫുള്ള് വിട്ടമട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യാനാ, ഞാൻ എന്നാലും ഈ കുട്ടി റിസ്കി കോൺടാക്റ്റാണ്, കാരണം ചെറിയ കുട്ടിയാണ്, കോൺടാക്ട്സ് കുറവായിരിക്കും, പിന്നെ ഈ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ ഞാനും ഇൻകം വിചാരിച്ച് വന്ന ആളാണ്, എൻ്റെ പവർ സൈഡാണിത്, മീൻസ് ഒരുപാട് കോൺടാക്ട്സ് ഉള്ള സൈഡാണിത്. അപ്പോൾ അവിടേക്ക് വീണ്ടും എനിക്ക് എൻട്രി കൊണ്ടുവിടാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല. അതുകൊണ്ട് ഈ കുട്ടീനെ ഞാൻ തൽക്കാലം ആക്റ്റീവായിട്ടുള്ള ടീമിലേക്ക് വെക്കട്ടെ, എന്നിട്ട് നിനക്ക് അവിടെ ഞാൻ വേറെ കോൺടാക്ട് തരാൻ തന്നു. ഞാൻ അത് നോർമലി ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടുമില്ല, ആ കുട്ടീനെ സേഫ് ആക്കട്ടെ എന്നുള്ള രീതിക്കാണ് ആ കുട്ടീനെ വേറെ ടീമിലായിട്ട് ഇവർക്ക് ഞാൻ വേറെ കോൺടാക്ട് കൊടുക്കാമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ഈ സോദരിക്ക് ഇളകി, ഈ സോദരിയും പിന്നെ സോദരിയുടെ ഹസ്ബൻഡും കൂടെ പിന്നെ അതിന് എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ മനുഷ്യ സ്ത്രീ എന്നാ സംതിങ് എന്തോ എനിക്കറിയില്ല കറക്റ്റ് എന്തൊക്കെയോ വോയിസ് ലീഡേഴ്സിനൊക്കെ അയച്ചു. എനിക്കറിയില്ല എന്തൊക്കെയോ പ്രശ്നം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആ പ്രശ്നമൊക്കെ എങ്ങനെയാണ് ഞാൻ സോൾവ് ആക്കിയല്ല ഓവർകം ചെയ്തത് എനിക്കറിയില്ല. അത്രമേൽ ഇവരെ വാക്കുകൾക്ക് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അവരുടെ വാക്കുകൾക്ക് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ വാ തോരാതെ എന്തൊക്കെയോ പറഞ്ഞു, വോയിസ് അയച്ചു. ഞാൻ കരഞ്ഞു. എനിക്കതേ അറിയുള്ളൂ സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ഇങ്ങനെ കുറേ എന്തൊക്കെ വർത്തമാനം നിൽക്കുന്നല്ലാതെ എനിക്ക് പെട്ടെന്ന് ഞാൻ അത് കരഞ്ഞപ്പം ഇയാൾ എന്തൊക്കെയോ എന്നെ പറഞ്ഞു, എനിക്ക് അറിയില്ല എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ വീഡിയോ ഇട്ടതിന് ശേഷവും എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് പക്ഷേ ഞാൻ അന്ന് അയച്ച വോയിസ് ഒന്നും പോലും അവർ കേട്ടിട്ടില്ല, എൻ്റെ ഭാഗത്ത് എന്താ പറയാനുള്ളത് പോലും അവരൊന്നും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷവും എനിക്കറിയില്ല ഞാൻ അന്ന് സങ്കടത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴറിയില്ല, ഞാൻ പിന്നെ കേട്ടിട്ടില്ല. അത് എനിക്ക് അവരുടെ ചാറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്ത് നോക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോഴും ഇല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ നിവൃത്തി കിട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആ വീഡിയോ കഴിഞ്ഞ ശേഷം ഞാൻ കരഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ നിൻ്റെ കരച്ച് നിർത്തി നീ എൻ്റെ വീട് ഇവിടെ അടുത്തെങ്ങനെ വന്ന് കയറിയാനെന്ന് വരെ ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു.
ഇതൊക്കെ ആരാ കേട്ടിരിക്കുക? നമ്മളെ ടീമിലെ ലീഡറിൻ്റെ നട്ട 12 മണിക്ക് ആ ചേച്ചീനെ വിളിച്ചിട്ട് ഈ മനുഷ്യനാണ് ആ ചേച്ചിക്ക് വോയിസ് അയക്കുന്നത്. ഇതൊക്കെ എവിടെയാണ് നടക്കുക? ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആണുങ്ങൾ ഇങ്ങനെയാണോ ഒരു സ്ത്രീകളോട് സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്? ഇതൊക്കെ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. ഈ വീഡിയോ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. എന്നെ അറിയുന്ന കുറച്ച് പേർക്ക് കാര്യം എന്താണെന്ന് അറിയാമെന്നല്ലാതെ വേറെ ആർക്കൊന്നും അറിയില്ല. ഇത്രയും തെറിവിളികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ പറയുന്ന വ്യക്തി ഈ ടീമിൽ ഓരോരുത്തരടുത്തും ബിഹേവ് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കണം. ആ വോയിസൊക്കെ നമ്മൾ ടീമിലൊരു ആൾക്ക് അയച്ച വോയിസും ആളിപ്പോൾ ഈ സോദരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചിന്തിച്ച് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോകാൻ എനിക്ക് ചെളിക്കുണ്ടിലേക്ക് ചവിട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് വന്നു. ഏതോ ഒരാളുടെ അടുത്ത് ഞാൻ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യേണ്ട, അതായത് ഈ പറയുന്ന സോദരിയുടെ ടീമിൽ ജോയിൻ ചെയ്യേണ്ട, എൻ്റെ ടീമിൽ ജോയിൻ ചെയ്താൽ മതി, സോദരി ഇപ്പോൾ വർക്ക് എടുക്കുന്നില്ല, സോദരി എങ്ങനെയാണ്, സോദരി ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എന്നും ആ ടീമിൽ ജോയിൻ ചെയ്യേണ്ട എൻ്റെ വേറെ ടീമിൽ ജോയിൻ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇവരെ എല്ലാ ഗ്രൂപ്പിലെടുത്ത് ഷെയർ ചെയ്തു. അതുമാത്രമല്ല, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സോദരിയുടെ ടീമിലെ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായിരുന്നു വരെ ഏതോ ഒരു സോദരി ഈ സോദരിക്ക് വോയിസ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളത്. ഓക്കെ, എല്ലാ ഗ്രൂപ്പിലിട്ടു. അവരുള്ള ഗ്രൂപ്പിലെല്ലാം അവരുടെ അടുത്തൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കുറേ ക്യാപ്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം എടുത്തു വിട്ടു. അവരുദ്ദേശിക്കുന്നത് അവർക്ക് നടക്കുന്നില്ല, നടക്കുന്നവർക്ക് നടക്കരുത്, നശിപ്പിക്കണം, ഉഡല്ലോ അടിയോടെ നശിപ്പിക്കണം എന്നുള്ള എന്തോ ഇതിലാന്ന് തോന്നുന്നു. എല്ലായിടത്തും കൊണ്ട് കിട്ടും. ഞാൻ ഈ സംഭവം സത്യമായിട്ട് ഈ നിമിഷം വരെയും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ല. ഇനി മേ ബി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് ഏത് ആസ്പെക്റ്റിലാണ് എന്ത് രീതിയിലാണ് പറഞ്ഞത് പോലും എനിക്കറിയില്ല. ഈ പറയുന്ന വ്യക്തി പറയുന്നത് ഞാൻ തമ്മിലടിപ്പിക്കാനല്ല പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി, അതായത് ഈ സോദരീൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലോ ആ വ്യക്തി പറയുന്നത്. എനിക്കറിയില്ല ഇതൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഇവരിട്ടിട്ട് നോക്കിയിരുന്നു. അതിനും ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം ഞാൻ റിയാക്ട് ചെയ്യണതിനനുസരിച്ച് അപ്പോഴാണ് ഞാൻ ആളെ വിളിച്ചിട്ട് ചോദിച്ചത് എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. അപ്പോഴാണ് ഇതൊക്കെ ഫുള്ള് വരുന്നത് കേട്ടോ. അതും കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ല, നിർത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും യൂട്യൂബിലെ വീഡിയോ ഇടയ്ക്ക് സ്റ്റാറ്റസ് എടുത്തിടും. കാണാത്തൊരു കാണിട്ട് വെച്ചിട്ട് റീച്ച് കിട്ടാനോ എന്തിനോ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് എടുത്തിടും. എന്നിട്ട് പിന്നെ ആരോ ഒരാൾ Q&A ദൃശ്യ ചേച്ചിയുമായിട്ട് കോൺടാക്ട് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും അതാ സ്റ്റോറി എടുത്തിരുന്നു. ഇവർക്കിതൊരു ഹരമാണ് എന്തോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആരെടുത്തും ഞാൻ പറയണേ ഈ നിമിഷം വരെ എനിക്ക് ആരെടുത്തും പേഴ്സണലി ഞാൻ ഒന്നും കാത്തു സൂക്ഷിക്കാറില്ല. കാരണം പ്രതികാരം കേട്ടോ, അതാ ഉദ്ദേശിച്ചത്. ഞാൻ പേഴ്സണലി ഒരാളുടെ ദേഷ്യം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ ശേഷവും മോളുടെ ബർത്ത്ഡേ അന്ന് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അയച്ച ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കത് ആരെടുത്തും ഞാൻ ഒരു ചതി ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ ആ കുട്ടീൻ്റെ, അതായത് ഈ സോദരിയുടെ ID ഞാൻ മാറ്റുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ തന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത്? ആ ടീം, ഇവർ കൊണ്ടുവന്ന ടീം നശിച്ചാൽ അവർ നശിക്കട്ടെ. കാരണം എനിക്ക് വയ്യ. കാരണം ഇത്രയും തലവേദന ഞാൻ എടുത്തു വെച്ച് എനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടി. ഇനി വേണ്ട, ഞാൻ ആ ID അങ്ങനെ തന്നെ അവിടെ ഇട്ടു. എനിക്ക് വേണ്ട ഇനി അതെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇട്ടു. ഞാൻ ഒന്നും ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നീട് എന്നെ തന്നെ ഞാൻ മടുത്ത് പോയി. കാരണം വെച്ചാൽ എനിക്ക് വർക്ക് എടുക്കാൻ, അതായത് വർക്ക് റിലേറ്റഡ്, കാരണം ഞാൻ ഒരാളെടുത്ത് വർക്ക് എടുക്കുന്ന ഇനി അവർക്ക് പ്രഷറാവോ, കാരണം ഇവരുടെ വീഡിയോ ആണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. സോ അവർക്ക് പ്രഷറാവോ അങ്ങനെ വിചാരിച്ച് ഞാൻ പിന്നെ പയ്യെ പിന്നോട്ട് വരുന്നത്. അങ്ങനെ ഒരു ബ്രേക്ക് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് വർക്കിന്ന്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അത്രയും നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഞാൻ വിട്ടോന്ന് വെച്ചാൽ വിട്ടിട്ടില്ല. ഓഫ് കോഴ്സ് ഞാൻ വിട്ടിട്ടില്ല. ഞാനും ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ കുറേ മടുപ്പുകൾ വന്നു. അത് മെയിൻ കാരണം ഈ ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഈ ഒരു വ്യക്തിൻ്റെ ഇടപെടലുകൾ, ഈ ഒരു വ്യക്തിൻ്റെ സംസാരം, ഇതൊക്കെ എനിക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായതുകൊണ്ട്, എൻ്റെ പേഴ്സണലി അത്രയും ഹേർട്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊന്നും ഒരു മനുഷ്യന്മാരടുത്ത് സംസാരിക്കരുത്. ആൻഡ് ആളുടെ ഇന്നത്തെ സ്റ്റോറിയും എന്നോട് ഒരുപാട് പേര്, എൻ്റെ ടീമിൽ നിർത്തിപ്പോയ ആൾക്കാർ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി മാം ഇതിന് റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ആ വ്യക്തികളെയൊക്കെ അത്രത്തോളം ആളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും കുടുംബത്തിനെയും ഒക്കെ അടക്കി പറയാൻ ആരാണ് റൈറ്റ്സ് കൊടുക്കുന്നത്? ഞാൻ ഇത്രയും സംസാരിച്ചു. ഞാൻ എവിടെയെങ്കിലും ഈ സോദരിയുടെ ഫാമിലിനെ കുറിച്ചോ അച്ഛനെയും അമ്മേനെയും കുറിച്ചോ അല്ലെ വീട്ടിലുള്ളവരെ കുറിച്ചോ നെഗറ്റീവായിട്ട് സംസാരിച്ചോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്താലും എന്നെ പറയാവൂ. എൻ്റെ കെട്ടിയവനും എൻ്റെ മക്കളെ എൻ്റെ ഫാമിലിയും പറയാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആരെടുത്ത് സംസാരിക്കുമ്പോഴും കുടുംബത്തിൽ കയറി പറയുന്നില്ലേ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. സഭ്യമായ രീതിയിലൊന്ന് സംസാരിക്കുക. കാരണം എനിക്കറിയാം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞാലും വളരെ വൾഗറായിട്ട് നിങ്ങൾ തിരിച്ചടിക്കാൻ വരും, ചിലപ്പോൾ ഹസ്ബൻഡിനെ കൂട്ടി തന്നെ വരും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല ഒരടി തമ്മിൽ സംസാരിക്കാൻ. നിങ്ങൾ എന്ത് വീഡിയോ ചെയ്താലും ചെയ്തോളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് ഉപദ്രവിച്ചതിന് ഒരുപാട്, ആൻഡ് മെൻ്റലി ആണെങ്കിലും ഒരുപാട് നിങ്ങൾ ഉപദ്രവിച്ചു. ഇനി ദയവ് ചെയ്തിട്ട്
എൻ്റെ ലൈഫിൽ എവിടെയും ഒരു കാരണം കൊണ്ട് ഒരു കരടായിട്ടോ ഒരു നല്ലതിനൊന്നിനും വരണ്ട. കാരണം അത്രമേൽ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയണേ. ഒരുപാട് പേര് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു, ഒരുപാട് പേര് അങ്ങനെ ചെയ്തു. മേ ബി ആയിരിക്കാം. അപ്പം നിങ്ങളിതിൽ കൊണ്ടുപോയിട്ട് തിരിഞ്ഞു നോക്കാത്ത പല വ്യക്തികളും നിങ്ങൾ പോയതിന് ശേഷം, നിർത്തിപ്പോയതിന് ശേഷം എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും മാം കാരണം ഞങ്ങളിതിൽ വന്ന മാം ഞങ്ങൾ പറയുന്നൊരു കാര്യം തിരിഞ്ഞു നോക്കില്ല, അറ്റ്ലീസ്റ്റ് റിപ്ലൈ പോലും തന്നില്ല എന്നുള്ള രീതിക്ക് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതൊന്നും ഒരു കുറ്റമായിട്ടല്ല, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് പോയതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോഴും സ്റ്റോപ്പ് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കാരണം മെയിൻ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീമിൽ ഇപ്പോൾ നമ്മളെ വിശ്വസിച്ച് വന്ന പലരും ഉണ്ടാവും, വർക്ക് എടുക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരുടെ കുടുംബത്തെ കയറി പറയുമ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുമ്പോഴും കിട്ടുന്ന സുഖമൊന്നും അധികകാലം ഉണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ് നിങ്ങളിട്ടൊരു സ്റ്റാറ്റസും കൂടെ ഞാൻ കണ്ടു, ഇന്നത്തെ കൊണ്ട് ഇത് അവസാനിച്ചു, നാളെ തൊട്ട് ബാക്ക് ടു ഹാപ്പിനെസ്. എന്താണ് ഹാപ്പിനെസ്? മറ്റൊരാളെ ദ്രോഹിച്ച് ചെയ്യുന്നതാണ് ഹാപ്പിനെസ്. നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ബാക്കി എല്ലാവരുടെ അടുത്തും ക്ലിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ചിലപ്പം എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവർ ചുരുക്കമായിരിക്കാം, മേ ബി എനിക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നും എല്ലാവരുടെ അടുത്തും സത്യം ബോധിപ്പിക്കണം എന്ന് തോന്നിയത് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു കൺസെപ്റ്റിനെ എവിടെയും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു. വർക്ക് എടുക്കുന്നവർക്ക് വെറുതെ കയറി നിന്നിട്ട് പണിയെടുക്കാതെ ഇത് വെറുതെയാണ്, ഇത് അങ്ങനെ പറ്റിക്കുന്നതാണ് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പണിയെടുത്തിട്ടുണ്ട്, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ കിട്ടുമെന്ന് പറഞ്ഞ ഒരു പൈസ എവിടെയും കിട്ടാണ്ടിരുന്നിട്ടില്ല. അതാണല്ലോ പറ്റിക്കുക എന്ന് പറയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, നമ്മളെ പറ്റിക്കുക എന്ന് പറയും. പക്ഷെ അങ്ങനെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ അടക്കം ഫയൽ ചെയ്ത് വാങ്ങിച്ച ആൾക്കാരാണ് ഈ പറയുന്ന ഞാനും ആ പറയുന്ന സഹോദരിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ എവിടെയും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന വ്യക്തിയോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, ഒരാളെയും പേഴ്സണലി ഇത്രയ്ക്കും ഹേർട്ട് ചെയ്യാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരുടെയും അറിവിലേക്കാണ് ഈ കഥകളിൽ എവിടെയാണ് ഞാൻ ചതിച്ചതെന്നൊന്ന് പറഞ്ഞു തരണം. എവിടെയും ഞാൻ ചതിച്ചിട്ടില്ല. എനിക്ക് ആകെ എൻ്റെ അടുത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ആളുടെ ഐഡി നീ തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞത് നെഗറ്റീവ് എന്നല്ല, അത് വേണ്ടായിരുന്നു. എന്തിനാണ് ആ പുലിവാലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പല സമയം. അല്ലാതെ ഈ നിമിഷം വരെ ഞാൻ എവിടെയും ചതിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നീ ആ ടീം ജോയിൻ ചെയ്യേണ്ട ഈ ടീം ജോയിൻ ചെയ്തോന്ന് പറഞ്ഞില്ലേ, സത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ലാരിഫൈ വരുത്തും ഞാൻ ഏത് രീതിയിലാണ് പറഞ്ഞത് എന്താണെന്നുള്ളത്. ഈ പറയുന്ന വ്യക്തി എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാൻ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൈൻഡ് ആ ലെവലിലായിരുന്നു ആ സമയത്ത് കൂടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, ഇനി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. പറയാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ പറയുന്ന വ്യക്തി എൻ്റെ അണ്ടറിലാണ്. ഈ പറയുന്ന സഹോദരിയുടെ ടീമിൽ ജോയിൻ ചെയ്താലും എൻ്റെ ടീമാണത്, എൻ്റെ ടീമിൽ തന്നെയാണ് അവർ ജോയിൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും ഒരു ക്ലാരിറ്റി വരുത്തുന്നത് എനിക്ക് അത്ര ആഗ്രഹമുള്ളതാണ് ഞാൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ആൻഡ് സഹോദരി, ഇനി എന്നെ ഉപദ്രവിക്കാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇത്രയ്ക്കും എനിക്ക് ഇനിയും എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ഇനിയും താഴേക്ക് എനിക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം പേഴ്സണലി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾ കേൾക്കില്ല. ഞാൻ വോയിസ് അയച്ചു, നിങ്ങൾ കേട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ അസഭ്യമായ വാക്കുകളാണ് നിങ്ങളെ വായിന്ന് വരുന്നത്, അതും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മാത്രമല്ല, എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.